കലാസ്നേഹികൾ, നിങ്ങൾക്ക് ദ്വാരക സെന്റ് പയസ് ചർച്ചിലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ വന്ദനം. ഈ നാടകത്തെ കുറിച്ച് രണ്ടു വാക്ക്. ആത്മാവിന്റെ കഥയാണ് നാടകം. മനുഷ്യന്റെ, സമൂഹത്തിന്റെ അധികാരികളുടെ മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയുന്ന മഹനീയ കല. സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ലാതെ പോകുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും തെറ്റുകൾ അംഗീകരിക്കുവാനും ചൂണ്ടിക്കാണിക്കുവാനും നമ്മൾ മടിക്കുന്നു. കുടുംബം എന്ന പരമസത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മുടെ സമൂഹം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന്റെ തീച്ചുളിയിൽ വെന്തുരുകുന്ന ചില ജീവിതങ്ങളുടെ ആത്മസംഘർഷങ്ങളുടെ കഥയാണ് ഈ നാടകം. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഒരു എളിയ ശ്രമം ഈ നാടകത്തിലൂടെ ഞങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ദ്വാരക സെന്റ് പയസ് X പാരിഷ് അവതരിപ്പിക്കുന്നു ടുഗദർ ഹാപ്പി ഫോർ എവർ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്തുതിയായിരിക്കട്ടെ. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും, നീയാണെനിക്കുള്ള മാർഗവും ദീപവും यार आज ये DSY मीटिंग वगैरह क्यों रखा है? कोई नहीं यार, जल्दी खत्म हो जाएगा, जल्दी फ्री हो जाएंगे. यार आज छुट्टी का दिन है. कोई नहीं, आधे घंटे में फ्री हो जाएंगे, तो टेंशन मत ले. हाँ हाँ देखते हैं. चल चल. बर्लिन DSY मेंबर्स का मीटिंग शुरू होने वाला है. सारे मेंबर्स को बुला के लेके आओ. फादर अभी आएंगे. उस जोमोल को स्पेशली बुला कर लेके आना, वो पहले ही भाग जाती है. എടാ, എന്നെ ഇതിൽ നോക്കി ഒന്ന് ഒഴിവാക്കണം. എനിക്ക് അടുത്ത മാസം കാനഡയ്ക്ക് പോകാനുള്ള വിസ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം തന്നെ പോകും. तेरा वीसा आ गया? आखिर डैड के कितने पैसे उड़ाए? अरे वो सब तो बहुत हो गया. എടി, വിവാഹത്തിന് മുമ്പേ ആ പാവം വിദേശത്തായിരുന്നു. ഇനിയെങ്കിലും ആ പാവത്തിന്റെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ നീയൊക്കെ അനുവദിക്കുവോ? तेरा बैंक लोन ठीक हो गया? हाँ, बैंक लोन सब तो बहुत पहले ठीक हो गया था. എടി ജോമോളെ, നീ അവിടെ പോയി ജോലി ചെയ്ത് ബാങ്ക് ലോണൊക്കെ തിരിച്ചടക്കണേ. അല്ലെങ്കിൽ നമ്മുടെ അപ്പിപ്പിച്ചു ചെയ്തതുപോലെ ലോൺ അടയ്ക്കാതെ വന്നപ്പോൾ ബാങ്കുകാരുള്ള ഫ്ലാറ്റും കൊണ്ടുപോയി അവസാനം അവൻ്റെ കുടുംബം വഴിയാധാരമായത് നീയൊക്കെ ഓർക്കുന്നില്ലേ? എടി എടി ഒന്ന് പോടി, അതൊക്കെ എനിക്കറിയാം. My father has been living there since 30 years. He can live 10 more years. And parents have to sacrifice their lives for their children. It is a universal fact. You have to accept it. शाबाश. कुछ साल बाद तू भी एक पेरेंट बनेगी, तब ये बात याद रखना. अच्छा, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, എന്താ എല്ലാരും കൂടി പറഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ. അത് പറഞ്ഞോട്ട് ഇന്ന് നമ്മുടെ DSYM ഇലക്ഷൻ അല്ലേ? കഷ്ടം, അതിനു പോലും 10 പേർ തികച്ചില്ല. എന്തു പറ്റി നമ്മുടെ DSYM ടീമിനൊക്കെ? ആർക്കും ഒന്നിനും താല്പര്യമില്ലാത്ത ഈ അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. നിങ്ങളൊക്കെ ആണ് കേട്ടോ നാളെ നമ്മുടെ തിരുസഭയെ മുന്നോട്ട് നയിക്കേണ്ടത്. ആട്ടെ, നമ്മുടെ ആൻമരിയും ജെൻസിയും ഒക്കെ എന്ത് ചെയ്യും? അച്ഛാ, അവരിന്ന് ലത്തീൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നാ പറഞ്ഞത്. അതെന്താ? അവൾക്ക് പെട്ടെന്ന് കുർബാന കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോണോന്നത്രേ. ആകെപ്പാടെ ഇച്ചിരി മുടിയേ ഉള്ളൂ, അതും കൂടി ഗോൾഡൻ കളർ ചെയ്യണോന്നൊക്കെയാ പറയുന്നത്. അത് ശരി. ഇനി ആരെങ്കിലും വരാനുണ്ടോ? अच्छा, दे अमला एती. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, അമല ഇരിക്കി. നീ എന്തായാലും ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് നിന്നോടൊരു ചോദ്യം. ഇന്ന് പള്ളിയിൽ വായിച്ച സുവിശേഷ ഭാഗം ഏതായിരുന്നു അമലെ?
അച്ഛാ അത് അമ്മലേ, നിനക്കൊരു മുട്ടൻ മണി കിട്ടിയിട്ടുണ്ടല്ലോ. അച്ഛാ അത് ബബ്ബ ആട്ടെ, ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീൽ ആരുടേതായിരുന്നു? ഓ ജീസസ്, എന്തൊരു ഓർമ്മശക്തി! നിങ്ങളും ചിരിക്കണ്ട, ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതൊക്കെ മാറിയാലേ ഒരു കുർബാനയിൽ പങ്കെടുത്തതിൻ്റെ ആത്മസംതൃപ്തി കിട്ടൂ. ശരി, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ അജണ്ടയിലേക്ക് കിടക്കാം. फादर, मैंने जोमोल से DSY प्रेसिडेंट बनने को कहा था, पर मानने को तैयार नहीं है. അച്ഛാ, എനിക്ക് അടുത്ത മാസം കാനഡയ്ക്ക് പോകാനുള്ള വിസ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം തന്നെ പോകും. അവിടെ പഠിച്ച് അവിടുത്തെ PR എടുത്ത് അവിടെ താമസിക്കാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഞാൻ എന്തിനാ ഇവിടുത്തെ DSY പ്രസിഡന്റ് ആവുന്നേ? ഓ ഗ്രേറ്റ്, കൺഗ്രാജുലേഷൻസ് ജോമോൾ. ആട്ടെ, നിന്റെ പപ്പയും മമ്മിയൊക്കെ സമ്മതിച്ചോ? ഇനി നിന്നെ കാനഡയ്ക്ക് വിടാനുള്ള ഒരു ലോൺ കൂടി എടുത്താൽ പിന്നെ നിന്റെ പപ്പയ്ക്ക് ജീവിതത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? If you go there, then your mummy will be alone here, right? അതൊക്കെ എൻ്റെ അമ്മ നോക്കിക്കോളൂ. अच्छा, घर में एक गिलास पानी खुद उठा के पी नहीं सकती, वो बाहर जाके बर्तन धो के झाड़ू पोछा करके कैसे पैसे कमाएगी? ഈ കാര്യത്തിൽ ഞാൻ അവളുടെ കൂടെയാ. ഇവിടെ മടിയുള്ളവർ അവിടെ ചെന്ന് എല്ലാം സ്വയമായി ചെയ്യാൻ പഠിക്കും. അതൊക്കെ ഒരു പോസിറ്റീവായി കാണാൻ വയ്യേ. അല്ലെങ്കിലും ഇവിടെ എന്നായിരുന്നേട്ടാ ഇവിടെ ജീവിക്കുന്നത്. വിദേശത്ത് താമസിക്കുന്നവർ പറയുന്നത് കേൾക്കണം. എന്താ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ അപ്പി ബിജു ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഫോട്ടോസൊക്കെ കാണണം. അവൻ പഠിക്കുന്ന സമയത്ത് തന്നെ വില കൂടിയ കാറ് വാങ്ങി, കയ്യിലിരിക്കുന്നതോ ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ. അവൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ സാധിക്കുമോ? Father, Amla is going abroad for further studies. Really? Your brother is already living in another country, correct? ഇനി നീ കൂടെ പോയാൽ പിന്നെ നിന്റെ പേരൻസ് ഒറ്റയാവില്ലേ? അച്ഛാ, ഇവളൊരു മനസാക്ഷി ഇല്ലാത്തവളാ. ഇവളുടെ അമ്മച്ചി എപ്പോഴും കരച്ചില്ല. ഇവക്ക് +2 നല്ല മാർക്സ് ഉണ്ട്. ഇവിടെ കൊള്ളാവുന്ന ഒരു കോളേജിൽ ഈസിലി അഡ്മിഷൻ കിട്ടാവുന്നേ ഉള്ളൂ. എന്ത് പറഞ്ഞിട്ടുണ്ടാ? ഇവക്ക് മനസ്സിലാകണ്ടേ? ഇവളുടെ അമ്മ ഇപ്പോഴും പള്ളിമുറ്റത്ത് നിന്ന് കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇവളുടെ പപ്പയ്ക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അമ്മയ്ക്കാണെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ വേദനയും. ഇതിൻ്റെ ഇടയിൽ കൂടി ഇവൾ കൂടി പോയി കഴിഞ്ഞാൽ അവരുടെ ഗതി എന്താകും? ഷീ ഈസ് തിങ്കിങ് അബൌട്ട് ഹെർസെൽഫ് ഓൺലി. എടി, അവിടെ കക്കൂസ് കഴുകാൻ പോയാലും തൂപ്പുപണിക്ക് പോയാലും നല്ല കാശാണ്. അതൊരു കുറച്ചിലായി ആർക്കും തോന്നാറില്ല. ഇവിടുത്തെ ആൾക്കാരുടെ മനോഭാവം അതാണോ? അച്ഛാ, എനിക്ക് എൻ്റെതായ ഒരു ജീവിതമില്ലേ. എന്നും പപ്പയും മമ്മിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താവും? Amla, last week you had a marriage proposal, right? Have you given green light to your parents? I don't want to go for any marriage and kids. I want to live alone with my dreams. Marriage and kids are the additional burden of my life. I'm not ready to take the responsibility. The world is changing. Change your mindset. Oh, you don't want marriage? But why are you leaving your parents? I would like to get a free space in my life. Hence, I don't want to live with my parents. What is wrong in that? It is my life, and I have all the rights to take the decision. Father, what is the guarantee we'll get a good job here? Corruption is everywhere. Due to reservation, we do not get into our desired colleges. See the environment. Cities, rivers are highly polluted. People are throwing garbage on the roads. No proper waste management mechanism. In foreign countries, there is no such issues. Everything is well managed. Also, if we go and live in foreign countries, we do not need to bother about what is happening in our society. No parents' pressure. Here, if I go out at night with my friends, every half an hour I start getting calls from my mummy asking where I am, who am I with, and when would I come back. It is totally irritating. You all have a different understanding of life, but these are not matching with the Christian way of life. It is very surprised to note that even after attending 12 years in catechism classes and learning Bible teachings, our youth are not able to understand the value of a family. George and Merlin, what about your planning? You also have same thinking on family life? Father, whatever the reasons, I don't want to leave my family. Money is not an answer for all the things. I also have the same feelings, Father. Since you said about catechism classes, I have a different opinion here.
You can consider it as a suggestion. അച്ഛൻ അറിയാവല്ലോ, most of our catechism students do not understand it properly. Maybe the theology and other historical studies are not attractive to students anymore. നമുക്ക് എല്ലാവർക്കും അറിയാം, നോക്കിയ മൊബൈൽ കമ്പനി എങ്ങനെയാ മാർക്കറ്റിൽ നിന്ന് പുറത്തായത്. അവരവരുടെ ടെക്നോളജി ടൈംലി അപ്ഗ്രേഡ് ചെയ്യാത്തത് കാരണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. Based on the changes in the society and students' thought, we need to change the contents of the catechism. It should be simplified and we should talk more about Holy Mass and Bible. Very true, Father. Most of the students' general complaint is that they do not have open discussions. 10th and 12th students have lots and lots of questions. And if they ask any, they are either scolded or cornered. We should change that attitude. Their questions should be answered. ഒരുപക്ഷേ ഒരു ക്ലാസ് ടീച്ചറിന് എല്ലാ കുട്ടികളുടെ ചോദ്യങ്ങൾക്കും സാറ്റിസ്ഫാക്ടറി ഉത്തരം പറയാൻ സാധിച്ചെന്ന് വരെയല്ലായിരിക്കാം. പക്ഷേ at every 3 months we can have an open discussion forum in which we can invite professionals who can easily answer the questions asked by the students. Father, also due to the language issue, we don't fully understand the meanings of Holy Mass. We just simply attend it. If we know the meanings, we will have more interest to attend it, and our mind will not divert from the Holy Mass. Father, in some churches, there is a strict instruction for children to take Holy Mass book and participate in the Holy Mass. If we have such a book in our hand, we can concentrate on Holy Mass and try to understand the meaning of prayers. Well done, my children. Appreciate your concern on catechism classes and giving some suggestions. You all are God's children with great thoughts. I am not going to discourage your thinkings. In the coming days, I will try my best to give a proper answer to all of your questions. Thank you, Father, but I don't think you can change Jomol and Amla's thinkings and decisions. Are you ready to take it as a challenge? Of course, I am going to take it as a challenge. No, Father, you will fail. You'll not be able to change our decision. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? നെക്സ്റ്റ് സാറ്റർഡേ, ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? Yeah, Yes, Father. ഓക്കെ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലങ്ങ് കരിങ്കല്ലാണ് നെഞ്ചിലങ്ങ്. എന്റെ മോൻ വന്നു, എന്റെ മോൻ, എന്റെ മോൻ വന്നു. എന്റെ അമ്മച്ചിയുടെ മോൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അമ്മച്ചി കുളിച്ച് മിടിക്കുകയായിരിക്കണം കേട്ടോ. ദാ ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചാട്ടെ. മരുന്ന് കഴിക്കാം, പക്ഷേ എന്റെ മോൻ വരുമ്പോ നീ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ വിളിക്കാതിരിക്കുമോ അമ്മച്ചി? തീർച്ചയായും വിളിക്കും. എന്റെ മോൻ ഈ അമ്മച്ചിയെ കാണാൻ വരുമെന്നല്ലേ എന്നെ പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല അമ്മച്ചി, മകൻ വരുമെന്നേ, സങ്കടപ്പെടാതെ. പാവം, സത്യം വല്ലതും അറിയുന്നുണ്ടോ? എന്തൊരു ജീവിതം. സിറ്ററേ, അപ്പച്ചന്റെ കണ്ണി മരുന്നൊഴിച്ചില്ല. രണ്ടുപേരും നല്ല മിടുക്കരായിരുന്നേ. ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. നല്ല ആഹാരമൊക്കെ കഴിക്കാം. ആരാ സിറ്ററേ അവര്? അങ്ങ് ദൂരെ ഒരു പള്ളിയിലെ അച്ഛനും DSYM മെമ്പേഴ്സുമാണ്. സിസ്റ്റർ, എന്റെ കൊച്ചമ്മിണി എന്തിയെ? ഞാൻ എവിടെ ഉണ്ട് അച്ചായ? എന്റെ കണ്ണാടി എന്തിയേടി? അതല്ലേ കഴുത്തേ കിടക്കുന്നത്.
എന്നിട്ടാണോ എന്നോട് ചോദിക്കുന്നത്? അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഇതല്ല, ഇതുമല്ല, ആഹാ, ഇതുമല്ല. ദാ എന്റെ മോൻ, എന്റെ മോൻ വന്നേ, എന്റെ മോൻ വന്നേ. അമ്മച്ചിയെ കാണാൻ എന്റെ പൊന്നുമോൻ വന്നേ. എന്റെ പൊന്നുമോന് വേണ്ടി അമ്മച്ചി എന്തൊക്കെയാ വാങ്ങി വെച്ചിരിക്കുന്ന അറിയാമോ? ഒന്ന് പോ സിസ്റ്ററെ, ഞാൻ എന്റെ പൊന്നുമോനുള്ള സദ്യ ഉണ്ടാക്കട്ടെ. എടാ ചാക്കോ, നീ അവിടെ എന്തെടുക്കുവാ? നീ വേഗം പോയി ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കൊണ്ട് വാ. ആ മത്തായുടെ കടയിൽ നീ ഇത്തിരി പോത്തും മീനും കൂടെ വാങ്ങിക്കോ. എടി തങ്കമ്മേ, നീ വേഗം അടുക്കളയിലേക്ക് കയറി എന്റെ മോൻ ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കിക്കേ. നല്ല രുചിക്ക് ഉണ്ടാക്കണേ. അവനെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് വളരെ ഇഷ്ടമാ. അമ്മച്ചി, ഇത് അമ്മച്ചിയുടെ മോൻ സേവ്യർ അല്ല. അപ്പോ എന്റെ മോൻ എന്നെ കാണാൻ വരത്തില്ലേ മോളെ? എന്റെ മോൻ വരില്ലേ? ഈ അമ്മച്ചിയെ കാണാൻ എന്റെ മോൻ എന്തോ വരാത്തത്? അമ്മച്ചി സങ്കടപ്പെടാതെ, സേവ്യർ മോൻ വരും. സിസ്റ്ററെ, നമ്മുടെ അമ്മച്ചിക്ക് എന്ത് പറ്റിയതാ? നല്ല ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു. എന്തു പറയാനാ അച്ഛാ, നല്ല പൈസയുള്ള വീട്ടിലെ അമ്മച്ചിയായിരുന്നു. മോൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ പപ്പ മരിച്ചുപോയി. അതിനുശേഷം മോനു വേണ്ടി വേറെ കല്യാണമൊന്നും കഴിക്കാതെ മകനെ നന്നായി പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. നല്ല സ്വത്തൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാറിലാണ് അവനെ സ്കൂളിലും കോളേജിലുമൊക്കെ അയച്ചിരുന്നത്. ഉടനെ തന്നെ അവന് നല്ല ജോലിയുമായതാണ്. പക്ഷെ മകൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയുമായി ലണ്ടനിലേക്ക് ഒരൊറ്റ പോക്ക്. അന്ന് തുടങ്ങിയതാ അതിൻ്റെ കഷ്ടകാലം. ആ, അമ്മച്ചിയെ നോക്കാനൊരു ബംഗാളിയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്താ പറയുക, ആ ദ്രോഹി ഒരു ദിവസം അമ്മച്ചിയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് ഉള്ള സ്വർണവും പൈസയുമായി അങ്ങ് കടന്നു കളഞ്ഞു. അന്ന് തുടങ്ങിയതാ അമ്മച്ചിയുടെ ഓർമ്മക്കുറവൊക്കെ. വളരെ കഷ്ടം തന്നെ. ഒരു മക്കളും ഇങ്ങനെ ചെയ്യരുത്. എൻ്റെ പിള്ളേരെ, ആശുപത്രിയിൽ നിന്ന് വരുന്നപ്പോൾ മുതൽ അമ്മച്ചിക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ടായിരുന്നു. ആരും നോക്കാനില്ലാത്തതുകൊണ്ട് അവസാനം നാട്ടുകാർ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. മോനും കുടുംബം ഒന്നും വരാറില്ല. പാവം അമ്മച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത് മോൻ അമ്മച്ചിയെ കാണാൻ വരുമെന്നാണ്. എന്താ അമലയുടെ കണ്ണു നിറഞ്ഞത്? അമ്മച്ചിയുടെ കഥ കേട്ടിട്ടാണോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. എൻ്റെ മക്കളെ, ഇവിടെയുള്ള ഓരോ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി കഥകൾ പറയാനുണ്ട്. അപ്പച്ചൻ ഇവിടെ എങ്ങനെ എത്തിയേ? ചെറുപ്പകാലത്തെടുത്ത ഒരു മണ്ടൻ തീരുമാനത്തിൻ്റെ ഫലമാ മോനെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എല്ലാം എൻ്റെ തെറ്റ്. അതെന്താ അപ്പച്ച അങ്ങനെ? എൻ്റെ മക്കളെ, അന്ന് എനിക്ക് ഈ സൊസൈറ്റി, കുടുംബം എന്നൊക്കെ കേൾക്കുമ്പോൾ പുച്ഛമായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ച് വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ചു. വിവാഹം കഴിച്ചാൽ ഭാര്യയെ നോക്കണം, കുട്ടികളെ നോക്കണം, എല്ലാവർക്കും ചെലവിന് കൊടുക്കണം, പിന്നെ അവരെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിക്കണം, പിന്നെ അവരുടെ കുട്ടികൾ, അവർക്കും വല്ലതുമൊക്കെ കൊടുക്കണം. എല്ലാം ചെലവാണെന്ന് കരുതി പലരും എന്നെ തിരുത്താൻ നോക്കി. പക്ഷേ
എനിക്ക് ഞാൻ മാത്രമായിരുന്നു ശരി. തെറ്റുപറ്റിപ്പോയി മക്കളെ. പ്രായമായപ്പോൾ സ്വന്തമായി ആരും നോക്കാനില്ലാതെ ഈ വൃദ്ധാശ്രമത്തിൽ മരുന്നും രോഗങ്ങളുമായി ഇവിടെ ഇങ്ങനെ കഴിയുന്നു. അപ്പച്ചൻ സങ്കടപ്പെടാതെ. ഇവിടെ അപ്പച്ചനെ നോക്കാൻ സിസ്റ്റർമാരൊക്കെ ഇല്ലേ? ഭാര്യയും കുട്ടികളുമായുള്ള സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ നിന്ന് ഓർക്കുമ്പോൾ ഇടനെഞ്ചു പൊട്ടിപ്പോകുന്നു മക്കളെ. എനിക്കതിലൊന്നും ഈ ജന്മത്തിൽ ആവില്ലെന്നോർത്ത്. എൻ്റെ മക്കളെ, കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ഒരു മനോഹരമായ കുടുംബമുണ്ടാകണം. എന്നാലേ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകൂ. ശരിയാ അപ്പച്ച. അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്താ അമ്മലേ, നീ അപ്പച്ചനും അമ്മച്ചുമായിട്ട് നല്ലോണം ഇണങ്ങിയില്ലോ. ശരിയാ ജോമോളെ, എന്ത് സ്നേഹത്തോടെയാണ് ഇവർ സംസാരിക്കുന്നത്. ശരിക്കും സ്വന്തം കൊച്ചുമക്കളോട് സംസാരിക്കുന്നത് പോലെ തന്നെ. എന്ത് വാത്സല്യത്തോടെയാണ്. എനിക്കും ഇങ്ങനെ ഒരു ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. മോള് ഏതിടവകയിലെയാണ്? ഞങ്ങൾ മൂലേപ്പള്ളി ഇടവകയിൽ നിന്നാണ് അപ്പച്ച. മൂലപ്പള്ളി ഇടവകയിൽ ഏത് വീട്ടിലെയാ മോള്? ഞാൻ താഴത്തെ വീട്ടിലെ ജോർജിന്റെ മകളാ അപ്പച്ച. താഴത്തെ വീട്ടിലെ ജോർജിന്റെ മോളോ? അയ്യോ അപ്പച്ച, അപ്പച്ചന് എന്ത് പറ്റി? ഒന്ന് വിറ്റിപ്പോയതാ. എന്തു പറ്റിയോ ആവോ, മോളുടെ വീട്ടുപേര് പറഞ്ഞപ്പോ മുതല് അവര് സങ്കടപ്പെട്ട് കരയുന്നു. കരയാതെ അപ്പച്ച. അത് പറഞ്ഞതുപോലെ നമ്മുടെ ഗാനഗന്ധർവൻ വേണുചേട്ടനെ പരിചയപ്പെട്ടില്ലല്ലോ. വേണുചേട്ടാ, ഇങ്ങോട്ട് വന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിക്കേ. മക്കളെ, നിങ്ങൾ ആരും വേണുചേട്ടൻ്റെ കുടുംബത്തെ പറ്റി ഒന്നും ചോദിക്കരുത് കേട്ടോ. മക്കളെ, എൻ്റെ ജീവിതം കഥയാക്കി ഞാൻ എഴുതിയ ഈ പാട്ട് നിങ്ങൾക്കായി പാടാം. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ. എല്ലാവരും ചേർന്ന് സദ്യയുണ്ണും നേരം അച്ഛനെ കൂടി വിളിച്ചിടുമോ? വീടിൻ്റെ മുറ്റത്തൻ പേരമക്കൾ ഇടും
പൂക്കളം കാണുവാൻ മോഹമുണ്ട് അച്ഛന് പൂക്കളം കാണുവാൻ മോഹമുണ്ട് ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ ഒന്നുമുണ്ടാക്കില്ല ഇപ്പോഴെല്ലാവരും സത്യവരുത്തുകയല്ലേ എന്നാലും വേണ്ടില്ല മക്കളോടൊപ്പം എന്തു കഴിച്ചാലും സമതല്ലേ ഈ വൃദ്ധസദനത്തിലുള്ളവരൊക്കെയും ഓണത്തിനൂണുണ്ടെന്നാലും നീയൊറ്റക്കനിയല്ലേ എല്ലാവർക്കുമൊപ്പം ഒരു ദിനമച്ഛനും വന്നോട്ടെ ഒരു ദിനമച്ഛനും വന്നോട്ടെ ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ ഞാനെന്തു ചെയ്തു വീടിനു കാവലായെന്നു മോതുങ്ങിയതല്ലേ പേരക്കിടാങ്ങൾക്കായി ഒരു കഥ ചൊല്ലുവാൻ മൊത്തമൊന്നേകാൻ കൊതിയില്ലേ എല്ലാം കാണുന്നോരൻ പേരക്കുട്ടികൾ തനിയാവർത്തനം ചെയ്യരുതേ അപ്പാപ്പനായി കുത്തും പാളയാൽ നാളെ നിങ്ങൾക്കായി കരുതാതിരിക്കട്ടെ നിങ്ങൾക്കായി കരുതാതിരിക്കട്ടെ ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ എല്ലാവരും ചേർന്ന് സദ്യയുണ്ണും നേരം അച്ഛനെ കൂടി വിളിച്ചിടുമോ വീടിൻ്റെ മുറ്റത്തൻ പേരമക്കൾ ഇടും പൂക്കളം കാണുവാൻ മോഹമുണ്ട് അച്ഛന് പൂക്കളം കാണുവാൻ മോഹമുണ്ട് ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ വളരെ ഹാർട്ട് ടച്ചിങ് ആയ പാട്ടായിരുന്നു. എനിക്കാണെങ്കിൽ കരച്ചിൽ അടക്കാനേ വയ്യായിരുന്നു. അതെ, എനിക്കും. നിങ്ങളുടെ മനസ്സിന്റെ നന്മയാണ് മക്കളെ കണ്ണുനീരിലൂടെ വെളിയിൽ വന്നത്. അച്ഛാ, നമുക്ക് ഇങ്ങനെയുള്ള അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും മക്കളെ കണ്ടെത്തി അവരുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി ഈ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ലേ? നിങ്ങൾ മനസ്സ് വെച്ചാൽ എന്താ മക്കളെ സാധിക്കാത്തത്? അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമുക്ക് തിരികെ പോകാൻ സമയമായി.
നമുക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാം. അച്ഛ, ഒരു മിനിറ്റ് അച്ഛ. എടി, നമ്മുടെ മോക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോട്ടി? ആ, ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. മോളെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് മോക്കുള്ള സമ്മാനമായിട്ട് കൂട്ടിക്കേട്ടു. മോളെ, ഇത് കൊണ്ടുപോയി പപ്പായ്ക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം ഇവിടുത്തെ ഒരു അമ്മച്ചി തന്നതാന്ന്. അച്ഛ, സമയം കിട്ടുമ്പോഴൊക്കെ ഈ മക്കളെയും കൂട്ടി ഞങ്ങളെ കാണാൻ വരണേ. തീർച്ചയായും അപ്പച്ച, ഞങ്ങൾ തീർച്ചയായും വരും. കലാസ്നേഹികളെ, അടുത്ത ഒരു രംഗത്തോടെ ഈ നാടകം ഇവിടെ പൂർത്തിയാകുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവരെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് നാടകരചന, തിരക്കഥ, സംഭാഷണം, സംവിധാനം വൈക്കം സ്റ്റാൻലി, മ്യൂസിക് ആൻഡ് എഡിറ്റിംഗ് മനു ജോസഫ്, ഫാദർ വിൻസെന്റ് വൈക്കം സ്റ്റാൻലി, സിസ്റ്റർ പ്രീത തോമസ്, അപ്പച്ചൻ ജിജോ കൊമ്പൻ, വല്യപ്പച്ചൻ സെബാസ്റ്റ്യൻ, വല്യമ്മച്ചി ഷാൽബി, അമ്മച്ചി മോനി വർഗീസ്, വേണുചേട്ടൻ സണ്ണി ജോസഫ്, പപ്പ ആൻഡ് മമ്മി ജോൺ തോമസ് ആൻഡ് നാൻസി ജിജോ, റിട്ടയർഡ് ജഡ്ജ് എൽസ മേരി വർഗീസ്, റോസ്ലിൻ ജോർജ്, കൗൺസിലർ ലീഡ ഫിലിപ്പ്, ഡോക്ടർ ബിനി മാത്യു, DSYM മെമ്പേഴ്സ് മെർലിൻ, ലേഖ ജോബി, ജോമോൾ, ആരുഷി സ്റ്റാൻലി, അമല, ജുബിത സാബു, ജോർജ്, ജോബി എമ്മാനുവൽ. ഞങ്ങൾക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി റവറന്റ് ഫാദർ ഫ്രിജോ തറയലിനെയും സ്റ്റേജ് മാനേജ്മെന്റ് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുര്യാക്കോസ്, സാബു, ബൈജു, സിനോജ്, റോളി, ലിജോ, സിബി, ഫെബിൻ, ബേബി, അഖിൽ എന്നിവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ശബ്ദവും വിളിച്ചു ഗ്ലോബൽ എവന്റ്സ്. താങ്ക് യു. എന്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, വേദിയിലിരിക്കുന്ന റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എൽസ മേരി വർഗീസ് ആൻഡ് വേൾഡ് ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് ആൻഡ് യൂത്ത് കൗൺസിലർ ഡോക്ടർ ലീഡ ഫിലിപ്പ്, DSYM പ്രവർത്തകരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ DSYM പ്രവർത്തകർ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ ചോദ്യങ്ങൾ തികച്ചും ന്യായമുള്ളതായിരുന്നു, ലോജിക്കുള്ളതായിരുന്നു. അതിനുള്ള ചില ഉത്തരങ്ങൾ പച്ചയായ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഞാൻ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ആയതുകൊണ്ടാണ് നല്ലതും ലോകപരിചയമുള്ളവരും മാറിയ സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറയുടെ മനസ്സ് വായിച്ചതിന് അവർക്ക് കുടുംബജീവിതത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും നന്മകളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ നല്ല കഴിവുള്ള ഈ രണ്ട് മഹത് വ്യക്തികളെ ഞാൻ ആ ദൗത്യം ഏൽപ്പിച്ചത്. കാലഘട്ടത്തിന്റെ മാറ്റം നമ്മുടെ ചെറുപ്പക്കാരെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോയി തോന്നുന്നു. നമുക്ക് എവിടേക്കോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പൈസയാണ് എല്ലാത്തിനും വലുതെന്ന്, പൈസയും ആർഭാടവും ഉണ്ടെങ്കിൽ അതാണ് ജീവിതമെന്നും കരുതി വേറെ ആരുടെ സഹായം വേണ്ട എന്നും കരുതുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു.
അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങളാണ് ദില്ലിയിലുള്ള നമ്മുടെ ഇടവകളിലും കേരളത്തിലുമെല്ലാം നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അതിനുള്ള ഉത്തരവാദികൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരല്ല, നമ്മളെല്ലാമാണ്. ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക, ഈ രീതിയിൽ പോയാൽ അടുത്ത ഒരു 10 വർഷത്തിന് ശേഷം ക്രിസ്തുവിന്റെ വചനം ചെല്ലുവാൻ നമ്മുടെ ഇടവകളിൽ വരുവാൻ എത്ര ജനങ്ങൾ ഉണ്ടാവുന്നു? നമ്മൾ ചിന്തിക്കുക, തെറ്റ് തിരുത്തുക, മുന്നോട്ട് പോവുക. Now I am concluding here and invite retired Chief Justice Yelsa Mary Varghese to address the audience. Ma'am, please. Dear Father Vincent, Dr. Lida, മാതാപിതാക്കളെ, മക്കളെ, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. Why we need marriage and family? Secondly, what are the negative impacts of families choosing not to have children? Let's look at some advantages of married life. Married people are least likely to have mental disorders and have higher levels of emotional and psychological well-being. Marriage says to be protecting against feelings of loneliness and give a happy life. Family is where we get the comfort or cushion to make mistakes. The sense of security that no matter what has happened in our life, we can always come back and find rest. A family provides the persons the comfort of committing mistakes and come back at any time, at any stage of life, and they will be accepted, like the story of the prodigal son. We must think and recall how much patience and struggle our parents have done to make us up to this stage today. നമ്മുടെ പഴയ കുടുംബ ഫോട്ടോ ആൽബം ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ പപ്പയും മമ്മിയും നമ്മെ കൊഞ്ചിക്കുന്നതും കുളിപ്പിക്കുന്നതും ഊഞ്ഞാലാക്കുന്നതും പള്ളിയിലും പാർക്കിലും കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടീസ് ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. All these are possible because we have a family. Just imagine those children who do not have family. Negative impacts of choosing not to have children. We will have a look at this point as well for little while. Let's look at the world. Like Europe, US, Canada, Japan, Singapore. These are the places facing very low fertility rates, and they are becoming the countries of old age people. Less fertility rate means less young children, and this leads to less productive workforce, and which puts a lot of burden on the old age people. You will know that above all, this causes negative impact on the economy. Hence, these countries have started calling students and workforce from the other countries to come and do their job. Further, they are motivating their citizens to have more babies. You will be wondering to hear that they offer baby bonus for having more children. They give schemes like tax incentives, they get free healthcare, so on and so forth. So, 30 years ago, they have done the mistake and they are suffering now. We have started the same mistake now. They are regretting on their no marriage, no child policies. If we correct ourselves, taking the examples from them, I think we can still do it now. So let us try to change ourselves. Thank you. Now I invite Youth Councillor Dr. Lida Felix. Thank you, Father. Thank you, ma'am. A very good evening to all. I was asked to speak on 2 topics: the importance of catechism classes and the positive and negative aspects of our children going abroad and settling there. First, I'll come to the catechism classes. Whether we like or dislike, all of us elders will agree that the catechism classes have played a very crucial role in our lives.
It had been an inevitable part of our growing up. Such classes help our children to have a strong faith formation and to know more about Jesus Christ. Our children are able to take better decisions as they know what is right and what is wrong, as they are being taught that sin is against Jesus Christ. It also gives a platform to our children to raise any type of questions. They can question the faith or to simply share their feelings to the catechism teacher, which they may or may not be able to do in their home. I also personally believe that we should include much current topics for our higher classes, like live-in relationships, surrogacy, or even marriage without children. In this way, we will educate our children on the negative aspects of such options. And this way, our children will be able to express their feelings rather than suppressing it and choosing the wrong options. Coming to the second topic of brain drain from our community. As you all know that nowadays it's very common to see our youngsters heading abroad, settling there, never to come back. There's absolutely nothing wrong in choosing to do so. It leads to better standard of living, better job, better infrastructure and so on. But at the same time, we must check whether we are simply hell-bent on somehow sending our children abroad without doing much research. We must also check whether our children are going simply to escape from the interference of their parents or to not have their parents hinder their freedom, or simply to not have any accountability to their family or home. We must also see that the grass is always greener on the other side. The impending financial crisis of many of the European countries and the US should be an eye-opener for us. In the past also, the people from our community have gone to Gulf to work there for a few years, but then they come back and live with their families. But this current trend is very alarming. Our youngsters are going abroad to study and job and then they settle there, never to come back. This means that the next generation are foreigners. They don't have any relation with their parent family. In fact, one of the news agencies reported that around 1 lakh Christian homes in our country, in Kerala, are not able to find a suitable life partner. As we experience a large-scale brain drain, let us rethink and not close our eyes to the reality and check whether we are going in the right direction or not. Thank you. അച്ഛാ, ഒരു വാക്ക് സംസാരിക്കണമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ,
ആദ്യമായി ഞാൻ എൻ്റെ മകളോടും എൻ്റെ പാരൻസിനോടും ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര കുമ്പസാരിച്ചാലും കഴുകിക്കളയാൻ പറ്റാത്തത്ര പാപമായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കി തന്ന ഞങ്ങളുടെ പൊന്നുമോൾ അമലയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാമോ, അവൾക്ക് വിദേശത്ത് പോകണം, വിദേശത്ത് പോയി ജീവിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ദിവസവും വഴക്കായിരുന്നു. അപ്പം ഞങ്ങൾ അവളോട് ചോദിക്കുമായിരുന്നു, നീ പോയാ പിന്നെ ഞങ്ങൾക്കാരുണ്ട്? നീയുള്ള വീട്ടിൽ താമസിക്കാനല്ലേ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നും. എന്നിട്ട് ഞങ്ങൾ ചെയ്ത എന്താ? ചില നിസ്സാര കാര്യങ്ങളുടെ പേര് പറഞ്ഞ് സ്വന്തം അപ്പച്ചനെ അമ്മച്ചിയും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി. ഞങ്ങളുടെ സ്വന്തം ജീവിതം സ്വർഗമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ മോൾ ഓൾഡ് ഏജ് ഹോമിൽ നിന്നും വന്ന അന്ന് ഒത്തിരി മാറിയിരുന്നു. വളരെ സങ്കടപ്പെട്ട് അവൾ ഞങ്ങളോട് അവിടുത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അവൾ അവിടെ കണ്ടൊരു അപ്പച്ചനെയും അമ്മച്ചിയെയും പറ്റി പറഞ്ഞു. അവൾ താഴത്തെ വീട്ടിലെ ജോർജിൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്ന കാര്യം അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ തകർന്നു പോയി. എൻ്റെ പൊന്നമ്മച്ചിയുടെ കൊന്ത കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, മോളെ അതാണ് നിന്റെ ഗ്രാൻഡ് പാരൻസ് എന്ന്. അതിനുശേഷം അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അന്നൊരു തീരുമാനമെടുത്തു, ഇനി മുതൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പൊന്നുപോലെ ഞങ്ങൾ അവരെ നോക്കും. പൊന്നുമോളെ ഞങ്ങൾ തെറ്റ് തിരുത്തി. ഇനിയെങ്കിലും ഞങ്ങളോട് ഒന്ന് സംസാരിക്കും. അപ്പച്ച അമ്മച്ചി, മോളോട് ഞങ്ങളോട് സംസാരിക്കാൻ പറ. എന്റെ പൊന്നുമോളെ, നീ നിന്റെ പപ്പയുടെയും മമ്മിയുടെയും മാത്രമല്ല, ഈ സമൂഹത്തിന്റെ പോലും കണ്ണു തുറപ്പിച്ചു. നീ അവരോട് ക്ഷമിക്കൂ മോളെ, ക്ഷമിക്കും മോളെ. നീ അവരോട് ക്ഷമിക്കും മോളെ. ശരി വല്യപ്പച്ച വല്യമ്മച്ചി, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാത്ത മക്കളുടെ സമൂഹം ഇവിടെ വളരട്ടെ. ഫോർ ദിസ് DSYM will take an initiative. ശരിയാണമല്ലേ, നമ്മളും ഒരു നാൾ വൃദ്ധരാവുന്ന നമ്മൾ മറക്കല്ലേ. പപ്പ മമ്മി, ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു. എനിക്ക് നിങ്ങളെ വിട്ട് എങ്ങും പോവണ്ട. ഇവിടെ അഡ്മിഷൻ എടുത്ത് ഇവിടെ തന്നെ പഠിച്ചാൽ മതി. ഞാനും എൻ്റെ തീരുമാനം മാറ്റി. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഒരു നല്ല ജീവിതത്തിന് കുടുംബത്തിൻ്റെ മഹത്വം മനസ്സിലായത്. ഇനിയിപ്പം എനിക്ക് എങ്ങും പോകണ്ട. ഇന്ന് തന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ പറയും. എനിക്കിനി ഈ വിസ വേണ്ട. പൈസയല്ല എല്ലാത്തിനും ഒരു ഉത്തരം. നല്ല തീരുമാനം മക്കളെ, സന്തോഷമായി. പിന്നെ ഇന്ന് നമ്മുടെ അപ്പച്ചൻ്റെ 80ാം ജന്മദിനമാണ്. നമുക്ക് കേക്ക് മുറിച്ച് പങ്കിട്ട് ആഘോഷിക്കാം. അച്ചായോ, അച്ചായന്റെ പിറന്നാളിന് ഞങ്ങളും ഉണ്ട് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. നമ്മുടെ സമൂഹത്തിന് ഏകദേശം ഒരു മാസത്തിന് മേലെയായിട്ടുള്ള അധ്വാനമാണ് ഈ നാടകത്തിന്റെ. ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇടവകയിൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ രൂപതയിലെ ഇന്നത്തെ ഒരു വലിയൊരു സിറ്റുവേഷനാണ് അവരെ ഈ സ്റ്റേജിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ ചെയ്ത് അവതരിപ്പിച്ചത്. നല്ലൊരു ശതമാനം കുടുംബങ്ങളിൽ ഇന്ന് അപ്പന്മാരും അമ്മമാരും മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കള് പല രീതിയിലേക്ക് പഠിക്കാനായിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നു, നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ ചില മോശമായിട്ടുള്ള എന്താണ് അതിൻ്റെ അവസ്ഥകൾ എന്നുള്ളത് ചിത്രീകരിക്കുന്നതായിരുന്നു അവരെ ഇവിടെ കാണിച്ച നാടകം. ഞാൻ ഒറ്റ വാക്കിന് ആരെയും വിടാതിരിക്കാനാണ് സ്റ്റാൻലി ചേട്ടനും ടീമിനും. സ്റ്റാൻലി ചേട്ടനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒത്തിരിയേറെ നാള് കഷ്ടപ്പെട്ട് പലരോടും സംസാരിച്ച് ചോദിച്ച് ഈവൻ നമ്മുടെ യൂത്തിനോട് പോലും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീം പോലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്.
അപ്പോൾ സ്റ്റാൻലി ചേട്ടൻ്റെ ടീമിനും നമ്മുടെ ഇടവക സമൂഹത്തിന്റെ പേരിൽ ഒരു നമ്മുടെ ഇടവക സമൂഹത്തിന്റെ പേരിലെ സ്റ്റാൻലി ചേട്ടൻ്റെ ടീമിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്റ്റാൻലി ചേട്ടൻ മാത്രമല്ല, നമ്മുടെ മറ്റെല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായിരുന്നു. ഒന്നിനൊന്ന് അമ്മമാരെ എന്നോട് ഇല്ലെന്ന് പറഞ്ഞതാണ്. ഞാൻ അവരുടെ കാല് പിടിച്ചു, അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. കാര്യം അമ്മമാരുടെ പരിപാടി വണ്ടർഫുൾ ആയിരുന്നു. എങ്കിൽ കാറ്റീസ് കുട്ടികളുടെ പ്രോഗ്രാം ഒട്ടും മോശമില്ല. നമ്മുടെ കാറ്റീസിനിടയിൽ ഒരു 5-10 മിനിറ്റൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവരത് കഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ബാക്കി നടന്ന നമ്മുടെ ഡാൻസുകൾ എല്ലാം വളരെ ഭംഗിയായിരുന്നു. ഒന്നിനൊന്ന് എല്ലാ പരിപാടികളും ഭംഗിയായിരുന്നു. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, പലപ്പോഴും നമ്മൾ പരാതി പറഞ്ഞിട്ടുള്ളതാണ്, പാരീഷിന്റെ കൃത്യസമയത്തിന് തീർന്നിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് സമയം നോക്കിയാൽ അറിയാം, 8:30 ആയിട്ടില്ല. ഇനി ഭക്ഷണം കഴിക്കാം, സന്തോഷമായിട്ട് വീടുകളിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത ഒത്തിരിയേറെ പേരുടെ പുറകിലുണ്ട്. ഏകദേശം ഒരു 1-2 മാസത്തിന്റെ അധ്വാനത്തിന്റെ പേരിൽ ഒത്തിരിയേറെ പേരുണ്ട്. ആങ്കറിംഗ് ചെയ്തവരെ ഗ്രേസി ചേച്ചി തുടങ്ങിയതിന്റെ മിനിറ്റ് പ്രോഗ്രാം എഴുതി സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. നമുക്ക് വന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ആരെയും വിട്ടുപോകാതിരിക്കുകയാണ്, ആരും പേര് പറയാത്തത്. എല്ലാവരെയും ഒറ്റ വാക്കിനെ ഈ സമയത്ത് ഞാൻ എല്ലാവർക്കും, ഈ ഇടവക സമൂഹത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവർക്കും, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പിതാവായി പ്ലീസ്. സ്നേഹം നിറഞ്ഞവര്, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, മീറ്റിങ്ങിന് ശേഷം നമ്മുടെ ഇടവകയിലെ മക്കൾ നടത്തിയ എല്ലാ പരിപാടികളും വളരെ നന്നായിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഏറ്റവും കൂടുതലായി ഞാൻ അഭിനന്ദിക്കുന്നത് ഈ സ്കിറ്റിനെയാണ്. ഈ കയ്യടി പോരാ, കുറച്ചുകൂടി നന്നായിട്ട് കഴിയണം. ഞാൻ ഇങ്ങനെ ഇടവകക്കാർ നാടകമൊക്കെ നടത്തുമ്പോൾ അതിങ്ങനെ ഒരു സാധാരണ നാടകം പോലെ കടന്നു പോകുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ അറിയാതെ ചില സീൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ടച്ചിങ് ആയിട്ട് ഈ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടവകയിലുള്ള ഈ സഹോദരന്മാർ ഭംഗിയായിട്ട് ചെയ്തു. ഈ സിസ്റ്ററൊക്കെ യഥാർത്ഥ സിസ്റ്ററാണെന്ന് തോന്നും. ഈ അച്ഛനെ കണ്ടപ്പോൾ ഞാനിത് വേറെ ഏതോ ഐസിസ് എന്ന് പറഞ്ഞ അച്ഛനാണെന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റാൻലിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. സ്റ്റാൻലി ഈ കാറ്റഗിസം 12 വർഷങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് 1 മണിക്കൂർ കൊണ്ട് യഥാർത്ഥത്തിലുള്ള മോറൽസും ഫെയ്ത്തും കൊടുത്തു എന്നുള്ളതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ വിജയം. സ്റ്റാൻലി ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനമുണ്ടായിരുന്നു. കാരണം തിയറിയും പ്രാക്ടീസും വളരെ മനോഹരമായിട്ട് കമ്പൈൻ ചെയ്ത് അതിലൊരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള സമാപനമായിരുന്നു. അപ്പൊ അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിന്, അത് ഇവിടുത്തെ മാത്രമല്ല കേരളത്തിലെ കോണ്ടെക്സ്റ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീമായിരുന്നു. ഒത്തിരിയേറെ രസകരമായിട്ടുള്ള മറ്റു തീംസ് എടുക്കാമായിരുന്നു. പക്ഷേ സ്റ്റാൻലി, എനിക്ക് ഉള്ള വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം കൊണ്ട് മാത്രമാണ് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈ കാലഘട്ടത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടപ്പോൾ വേദന കൊണ്ടുണ്ടായ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്റ്റാൻലിക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. മ്യൂസിക് സൗണ്ട് സിസ്റ്റം. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ഡയലോഗ് റെക്കോർഡഡ് ആണ്. അതുപോലെ ഇവർ നന്നായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാവരും പങ്കുവയ്ക്കണമെന്നുള്ളതാണ്. അപ്പൊ ഈ ഇടവകയിലുള്ള എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് നന്നായിട്ട് ഒരു എഡിറ്റ് ചെയ്ത് നന്നായിട്ട് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അനേകർ, കുറച്ചു പേരെങ്കിലും ഇത് കേൾക്കാനായിട്ട് ഇടയാവും, കാണാനിടയാവും. അതുമൂലം നിങ്ങളിവിടെ കളിച്ചത് ഇവർക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള പലർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ബെസ്റ്റ് ആക്ടർ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെബാസ്റ്റ്യൻ ചേട്ടനോ ജോർജ് ചേട്ടനോ
എല്ലാവരും കൂടെ ആർക്ക് കൊടുത്താലും എല്ലാവരും കൂടി ചെലവ് ചെയ്യും, എല്ലാവരും കൂടി ഇത് ആഘോഷിക്കുന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിലും വളരെ കുറച്ച് സമയം കൊണ്ട് അർത്ഥവത്തായ ചില ഫെയ്ത്ത് ആൻഡ് മോറൽസ് മൂല്യങ്ങളും ഈ സ്കിറ്റിലൂടെ പകർന്നു തരുവാൻ ഐ റിയലി എൻജോയ് ആൻഡ് ഇറ്റ് എൻറിച്ച്ഡ് മീ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ എൻറിച്ച് മെനി മോർ. സോ ഈ ഇത്രയും ഒരു തീം ഒരു പക്ഷെ കുറച്ചും കൂടി ഈ കാലഘട്ടത്തിനും ഈ പോസ്റ്റ് മോഡേൺ ഏജിനും പറ്റിയതായിരുന്നെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും ത്രില്ലുണ്ടായേനെ. പക്ഷേ ദിസ് ഈസ് എ വെരി ഗുഡ് ഇവാഞ്ചലൈസേഷൻ ആൻഡ് എ ഗുഡ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ആൻഡ് ഇതിൽ പങ്കെടുത്ത് ഇതിനുവേണ്ടി പരിശ്രമിച്ച സ്റ്റാൻലിക്കും അഭിനയിച്ച എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്ത വർഷങ്ങളുള്ള പാരിഷ് ഡേയിൽ ഇതുപോലെയുള്ള ചില തീംസ് എടുത്ത് നാടകങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ആയി, ഇനി അടുത്ത വർഷവും ഇതുപോലെ നന്നായിട്ട് അഭിനയിക്കുക. എല്ലാവരും നല്ല ആക്ടേഴ്സാണ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. നമ്മുടെ കൊയർ മാസ്റ്ററായിട്ടുള്ള സണ്ണിച്ചേട്ടനാണ് മകൻ മോനുപിടി എഡിറ്റിംഗ് വഹിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അതിന് രൂപതയുടെ നാമത്തിലുള്ള കുര്യാക്കോസ് പിതാവിന്റെ നാമത്തിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ്.